ഗുഡ് മോർണിംഗ്. വേ ടു സക്സസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഒരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ കൺസ്യൂമർ കമ്മ്യൂണിറ്റി എന്താണ്, അതെങ്ങനെ ബിൽഡ് ചെയ്യണം, ആ ബിൽഡ് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് കൺസ്യൂമറും അല്ലെങ്കിൽ കസ്റ്റമറും. നമ്മൾ പലപ്പോഴും നമ്മൾ ധരിച്ചു വെച്ചുള്ള ഇത് രണ്ടും ഒന്നാണെന്ന്. ഒരിക്കലും കൺസ്യൂമറും കസ്റ്റമറും ഒന്നല്ല, രണ്ടും രണ്ടാണ്. പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉൽപ്പന്നം നമ്മൾ വാങ്ങി ഒരു കടയിൽ പോയി വാങ്ങി നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് കൺസ്യൂമറാണ്. അപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് ഒരു കടയിൽ പോയി വാങ്ങി, ഞാൻ ആ ചോക്ലേറ്റ് ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാനതിൻ്റെ കൺസ്യൂമറാണ്. പക്ഷേ ഞാനൊരു ചോക്ലേറ്റ് ഞാൻ വാങ്ങി, ആ ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല, ഞാൻ എൻ്റെ സുഹൃത്തിന് അത് കൊടുത്തു, ഞാനൊരു കസ്റ്റമറാണ്, ഞാൻ ആ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ കസ്റ്റമറും കൺസ്യൂമറും തമ്മിൽ വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ കൺസ്യൂമേഴ്സിനെയാണ് കൺസ്യൂമർ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ആ കൺസ്യൂമർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സ്വയം വളരുന്ന ഒരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി ആയിരിക്കണം ബിൽഡ് ചെയ്യുന്നത്. സ്വയം വളരുന്ന കൺസ്യൂമർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഈ കൺസ്യൂമർ ആയി വരുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഫിറ്റ് കൂടി ജനറേറ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം സ്വയം വളരാൻ ശ്രമിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നു, ആ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുന്നത് കൺസ്യൂമർ എന്നല്ല, ഒരു പ്രോസ്യൂമർ എന്നാണ്. അതായത് പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ എന്ന് പറയും. ഒരു കൺസ്യൂമർ ഒരു ഉൽപ്പന്നം വാങ്ങുന്നു, ആ ഉൽപ്പന്നം വാങ്ങുന്നതിലൂടെ ആ കൺസ്യൂമർക്ക് വരുമാനവും ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്യൂമർ എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൺസ്യൂമർ ഉണ്ടാവും, പ്രോസ്യൂമർ ഉണ്ടാവും, രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇവർക്ക് സ്വയം വളരണമെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാവണം. ഒരു സിസ്റ്റം ഉണ്ടെങ്കിലാണ് ഒരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി സ്വയം വളരുക. തീർച്ചയായിട്ടും വെസ്റ്റേജിൻ്റെ ഒരു സിസ്റ്റമുണ്ട്. 7 സ്റ്റെപ്പുകളാണ് ആ സിസ്റ്റത്തിലുള്ളത്. 7 സ്റ്റെപ്പ് എന്ന് പറയും. ആ 7 സ്റ്റെപ്പുകളിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് കൺസ്യൂം എന്നുള്ളത്. അതായത് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. എന്താണ് കൺസ്യൂം? അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഒരു 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എടുത്ത് അത് 100% ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു പേസ്റ്റ് ആണെങ്കിൽ ആ പേസ്റ്റ് കംപ്ലീറ്റ് അതിൽ അവസാന ഭാഗം വരെ വരുന്നത് വരെ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു 100% ഉപഭോക്താവ്, വെസ്റ്റേജിൻ്റെ 100% ഉപഭോക്താവ് ആവുക എന്ന് പറയുമ്പോൾ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് വെസ്റ്റേജിൽ ഉണ്ടെങ്കിൽ അത് വെസ്റ്റേജിൽ നിന്ന് തന്നെ വാങ്ങി ഉപയോഗിക്കുക. അതാണ് വെസ്റ്റേജിൻ്റെ 100% കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോസ്യൂമർ ആവണമെങ്കിൽ ആദ്യം നമ്മൾ കൺസ്യൂമർ ആവാം. അപ്പോൾ നമ്മളായിരിക്കണം 100% ഉപഭോക്താവ്. വെസ്റ്റേജിൻ്റെ 100% ഉപഭോക്താവായിട്ട് മാറുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പോൾ 100% ഉപഭോക്താവാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം വെസ്റ്റേജ് ഉണ്ടെങ്കിൽ അത് വെസ്റ്റേജിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുക. അതൊരു വേറെ കടയിൽ നിന്നോ വേറൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നോ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത് അത് തീർച്ചയായിട്ടും വെസ്റ്റേജിൽ നിന്ന് തന്നെ ആയിരിക്കണം. അല്ലാതെ വെസ്റ്റേജിലുള്ള 350 ഉൽപ്പന്നങ്ങളുണ്ട്. ഈ 350 ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുക എന്നല്ല. നമ്മൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അത് വെസ്റ്റേജിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വെസ്റ്റേജിൽ നിന്ന് തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് തലയിൽ മുടിയൊന്നുമില്ല, അദ്ദേഹം ഒരു മുടി തീരെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു മുടി പോലും അദ്ദേഹത്തിൻ്റെ തലയിലില്ലെങ്കിൽ അദ്ദേഹത്തിന് ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം ഷാമ്പു ഉപയോഗിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ 100% ഉപഭോക്താവാണ്. നമുക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ വെസ്റ്റേജിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെസ്റ്റേജിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു രജിസ്റ്റേർഡ് കൺസ്യൂമർ ആയിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഐഡിയ എടുത്ത കസ്റ്റമർ ആവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. ഐഡിയ എടുക്കുന്ന കാര്യം നമുക്കറിയാം. ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് വെസ്റ്റേജിൽ ഐഡി. കാരണം ആ ഐഡിയ എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള പ്രൂഫ്, ഈവൻ നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡോ അല്ലെങ്കിൽ ആധാറോ ഏതെങ്കിലും ഒരു ഐഡി, നമ്മൾ ഈ രാജ്യക്കാരനാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒരു ഐഡി നമുക്ക് കൊടുക്കാൻ സാധിക്കാൻ നമുക്ക് കൺസ്യൂമർ ഐഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഫ്രീ ആണ്. ഇത്ര രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തോളെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാം. നിങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നിങ്ങൾ ആദ്യം ഉപയോഗിക്കുക. ആദ്യത്തെ കൺസ്യൂമർ ആരായിരിക്കണം? അത് നമ്മളായിരിക്കണം. ഫസ്റ്റ് കൺസ്യൂമർ നമ്മളായിരിക്കണം. നമ്മളാണ് ആദ്യം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, വിഷ്വൽ